Hello everyone, welcome back to the channel. Module 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഒരു തിയറം നോക്കാം. തിയറം സ്റ്റേറ്റ്മെന്റ് ഇതാണ്: എ സിമ്പിൾ ഗ്രാഫ് വിത്തൗട്ട് പാരലൽ എഡ്ജസ് ഓർ സെൽഫ് ലൂപ്സ് വിത്ത് n vertices and k components can have at most n minus k into n minus k plus 1 whole divided by 2 edges. ഒന്നെങ്കിൽ ഈ തിയറം ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. Let n1, n2, etc. be the positive integers where ni greater than or equal to 1 for every I, sigma I equal to 1 to k ni equal to n. Then prove that sigma I equal to 1 to k ni square is less than or equal to n square minus k minus 1 into 2n minus k. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചോദിച്ചാലും സെയിം പ്രൂഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് പാരലൽ എഡ്ജസോ സെൽഫ് ലൂപ്സോ ഇല്ലാത്ത n വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. അതിന് k കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റ് G be a graph with k components and the number of vertices in each component is n1 into etc. nk. ഓരോ കമ്പോണൻറ്റിലുള്ള വെർട്ടിസസിൻ്റെ എണ്ണം n1 into etc. nk എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ കമ്പോണൻറ്റിലെ വെർട്ടിസസിൻ്റെ എണ്ണം ടോട്ടൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസിന് ഇക്വലൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് n1 പ്ലസ് n2 എക്സെട്ര എന്ന് പറയുന്നത് എന്നിനോട് ഇക്വലൻ്റ് ആയിരിക്കും. ഓരോ കമ്പോണൻറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സ് എങ്കിലും കാണുമല്ലോ. സോ ni ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് പറയാം, അല്ലേ? ni ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഈ 1നെ ലെഫ്റ്റിലേക്ക് എടുത്താൽ ni മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാമല്ലോ. അപ്പോൾ ഇത് ഏതൊരു ഐക്ക് ഇത് പോസിബിൾ ആണ്. ഫോർ എവറി ഐ ni മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി ഐ. ഇവിടെ ഐക്ക് വാല്യൂസ് കൊടുത്താൽ 1 2 3 up to k എന്നുള്ള വാല്യൂസ് കൊടുത്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, ഓരോ ni മൈനസ് 1 വാല്യൂസും 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സം ആയി നമുക്ക് എങ്ങനെ എഴുതാം? ഈ സമ്മിനെ എങ്ങനെ എഴുതാൻ പറ്റും? n1 മൈനസ് 1 n1 മൈനസ് 1 പ്ലസ് n2 മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് nk മൈനസ് 1. ഈ ടോട്ടൽ സം എന്നുള്ളതിനെ നമുക്ക് n മൈനസ് k എന്ന് എഴുതാം. ഓക്കെ, n മൈനസ് കെ. ഈ n മൈനസ് കെ എങ്ങനെയാണ് വന്നത്? അതായത് ഇവിടെ സെപ്പറേറ്റ് എടുക്കും. n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര nk എന്ന് എടുക്കും. ഓക്കെ, n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര nk എന്ന് അതിനെ ഒരുമിച്ചെടുക്കും. പിന്നെ വരുന്നതെല്ലാം തന്നെ നെഗറ്റീവ് വണ്ണുകളാണ്. പ്ലസ് നെഗറ്റീവ് 1 പ്ലസ് എക്സെട്ര നെഗറ്റീവ് 1 ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര nk എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ n ആണ് ഇവിടെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്. സോ n, ഈ മൈനസ് 1 എത്ര ടൈംസ് ഉണ്ട്? ഇവിടെ k ടൈംസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മൈനസ് 1 ഈസ് k ടൈംസ് റിപ്പീറ്റ് ചെയ്തേക്കാണ്. സോ ഇവിടെ മൈനസ് k എന്ന് എഴുതാം. സോ അതാണ് ഇവിടെ n മൈനസ് k എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ ഒരു സിഗ്മ നൊട്ടേഷൻ വെച്ച് എഴുതിയിരിക്കുന്നതാണ്. സിഗ്മ i ഈക്വൽ ടു 1 ടു k ni മൈനസ് 1 ഈക്വൽ ടു n മൈനസ് k. ഓക്കെ, ഈ സമ്മിനെ ടോട്ടൽ സമ്മിനെ ഓരോന്നും ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഫോമാണ്. അതിനെ സിഗ്മ നൊട്ടേഷൻ വെച്ച് എഴുതിയിരിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പിൽ. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ ഓൺ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് സിഗ്മ ഐ ഈക്വൽ ടു 1 ടു k ni മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ n മൈനസ് k ഹോൾ സ്ക്വയർ a പ്ലസ് ബി ഈക്വൽ ടു സം c. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി ഇതിന് രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യണം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു c സ്ക്വയർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എക്സ്പാൻഡ് ചെയ്താൽ അങ്ങനെ വരും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ സ്ക്വയറിനെയും ബി സ്ക്വയറിനെയും അടുപ്പിച്ച് എഴുതി പ്ലസ് ഒരു 2ab ഇങ്ങനെ എഴുതി. ഇതിനെ ഇങ്ങോട്ട് അടുപ്പിച്ച് എഴുതി 2ab ഇങ്ങനെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ. ഓക്കെ, രണ്ട് സ്ക്വയേഴ്സിൻ്റെ സമ്മിനെ ഒരു 2ab അതായത് ഒരു വാല്യൂ വെച്ച് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സി സ്ക്വയർ കിട്ടിയത്. സോ ഈ ഒരു ഇക്വാലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനോടുകൂടി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സം ആഡ് ചെയ്തപ്പോഴാണ് സി സ്ക്വയർ കിട്ടിയത്. അതിനെ ഇങ്ങനെ ഈ ഒരു നൊട്ടേഷൻ വെച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് എഴുതാമല്ലോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ. അതായത് ഇതിനോടുകൂടി ഈ വാല്യൂ ആഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അതിന് പകരം നമ്മൾ എങ്ങനെ എഴുതും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇട്ടിട്ട് ഈ രീതിയിൽ എഴുതാം. അതേ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
that is sigma I equal to 1 to k ni minus 1 whole square. Okay, a plus b whole square എന്ന് പകരം ni minus 1 whole square ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni minus 1 whole square ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി, ഈ സെപ്പറേറ്റ് സം പോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പോലെ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni minus 1 whole square ഇങ്ങനെ എഴുതാം. ഇതിനെ that is less than or equal to, okay, ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ n സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ ഇങ്ങനെ എഴുതാമല്ലോ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഈ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തത്. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. സ്ക്വയർ ഇട്ടിരിക്കുന്നത് ഹോൾ സ്ക്വയർ അല്ല, ni മൈനസ് 1 മാത്രമേ ഉള്ളൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂവിനേക്കാളും ചെറുതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ ഇട്ട് എഴുതാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to k ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ni മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്താൽ ni സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ni, അതായത് 2ni പ്ലസ് 1 ഇങ്ങനെ എഴുതാമല്ലോ. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ n സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, ഇനി ഈ സിഗ്മ നൊട്ടേഷൻ എന്ന് പറഞ്ഞത് ഈ 3 ടേമിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. ഈ സിഗ്മ ഓരോ ടേമിനും സെപ്പറേറ്റ് കൊടുക്കും. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to k 2ni, ഈ നെഗറ്റീവ് സൈൻ ഇങ്ങോട്ട് എടുത്തു. ദെൻ അടുത്ത ടേമിന് 1 എന്നുള്ള ടേമാണ്, അതും സിഗ്മ നൊട്ടേഷൻ കൊടുത്താൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to k 1. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആ വാല്യൂ അങ്ങനെ തന്നെ n സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ. ഇവിടെ നോക്കി, ഇത് അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ, സിഗ്മ ഐ ഈക്വൽ ടു 1 to k 2ni വാല്യൂ എന്ത് വരും, മൈനസ് 2n വരും. അടുത്ത സിഗ്മ ഐ ഈക്വൽ ടു 1 to k 1 എന്ന് പറയുന്നത് പ്ലസ് കെ വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 2nk പ്ലസ് കെ സ്ക്വയർ. ഇനി സിഗ്മ ഐ ഈക്വൽ ടു 1 to ni സ്ക്വയറിനെ മാത്രം ഇവിടെ നിർത്തുക. ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയറിനെ ഇവിടെ നിർത്തുക. ബാക്കി ടേംസിനൊക്കെ റൈറ്റ് സൈഡിൽ എടുക്കാം. ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് ഈ കെ സ്ക്വയർ ഞാൻ അടുപ്പിച്ച് എഴുതി, കെ സ്ക്വയർ മൈനസ് 2nk, ഈ 2n റൈറ്റിലേക്ക് പോയാൽ പ്ലസ് 2n ആവും. ആക്ച്വലി രണ്ട് സൈഡിലും ഒരു പ്ലസ് 2n വെച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. മൈനസ് 2n എന്നുള്ളത് രണ്ട് സൈഡിലും ഒരു പ്ലസ് 2n ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് 2n വരും. അതുപോലെ രണ്ട് സൈഡിലും ഒരു മൈനസ് കെ ആഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് കെ ക്യാൻസൽ ചെയ്ത് പോകും. റൈറ്റ് സൈഡിൽ ഒരു മൈനസ് കെയും വരും. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ കെയുടെ ടേമിന് നമ്മൾ അടുപ്പിച്ച് എഴുതാം. n സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ, ഈ മൈനസ് കെനെ ഞാൻ അടുപ്പിച്ച് എഴുതി, മൈനസ് 2nk പ്ലസ് 2n. ഇനി ഈ രണ്ട് ടേമിൽ കെ സ്ക്വയർ മൈനസ് കെ എന്നുള്ള ഈ ടേമിൽ അതിനകത്തുനിന്നൊരു കെ കോമൺ എടുത്തു. അതുപോലെ ഈ ടേമിൽ മൈനസ് 2nk പ്ലസ് 2n എന്ന് പറഞ്ഞ ഈ ടേം, അതിൽ നിന്നൊരു മൈനസ് 2n കോമൺ എടുത്തു. ഈ രണ്ട് ടേമിൽ നിന്ന് കെ കോമൺ എടുത്താൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു കെ മൈനസ് 1. കെ ഇൻറ്റു ഈ രണ്ട് ടേമിൽ നിന്ന് കെ കോമൺ എടുത്താൽ കെ ഇൻറ്റു കെ മൈനസ് 1 എഴുതാം. അതുപോലെ ഈ ടേമിൽ നമുക്കൊരു മൈനസ് 2n കോമൺ എടുത്താൽ ഈ രണ്ട് ടേമിൽ നിന്ന് മൈനസ് 2n കോമൺ എടുത്താൽ മൈനസ് 2n ഇവിടുന്ന് പോയാൽ ഇവിടെ പ്ലസ് കെ ആവും. ഇവിടെ പ്ലസ് 2n ആണ്, മൈനസ് 2n ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തേണ്ടത്. അപ്പോൾ അതിനെ മൈനസ് 1 എന്ന് എഴുതാം. കാരണം മൈനസ് 2n ഇൻറ്റു മൈനസ് 1 ആണ് പ്ലസ് 2n വരെ. ഇനി ഈ രണ്ട് ടേം നോക്കിക്കേ, ഈ രണ്ട് ടേമിൽ കെ മൈനസ് 1 രണ്ടിടത്തും കോമൺ അല്ലേ, അപ്പോൾ അതിനെ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് ഈ രണ്ട് ടേമിൽ നിന്നും കെ മൈനസ് 1 ഔട്ട് സൈഡ് എടുത്താൽ റിമൈൻ ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കെ വരും, ഇവിടെ മൈനസ് 2n വരും, കെ മൈനസ് 2n. ഈ ഒരു ടേമിൽ നിന്ന് ഒരു നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്താൽ
എനിക്ക് ഇതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് തരണം. എൻ സ്ക്വയർ നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്താൽ ഈ പ്ലസ് എന്നുള്ള മൈനസ് ആവും. മൈനസ് കെ മൈനസ് 1 ഇൻറ്റു ഇത് ഓർഡർ മാറും 2n മൈനസ് കെ എന്ന് എഴുതാം. ഓക്കെ, 2n മൈനസ് കെ. ഓക്കെ, സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് കെ മൈനസ് 1 ഇൻറ്റു 2n മൈനസ് കെ. ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടായിട്ട് ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ല. ഓക്കെ, സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് കെ മൈനസ് 1 ഇൻറ്റു 2n മൈനസ് കെ. അപ്പോൾ ഇത്രയും ഈ സെക്കൻഡ് പാർട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ നമ്മളത് പ്രൂവ് ആയി. ഇനി ബാക്കി at most n minus k into n minus k plus 1/2 edges ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, maximum number of edges in a simple graph with the n vertices is n into n minus 1/2. സോ നമ്മൾ കൺസിഡർ ചെയ്ത ഗ്രാഫിന് k കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു ith കമ്പോണന്റ് നമ്മൾ ചൂസ് ചെയ്യും. ith കമ്പോണന്റ് എന്ന് പറയുന്നതും അതിനകത്തുള്ള വെർട്ടിസസിനെ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അതിനെ നമുക്കൊരു കണക്റ്റഡ് ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം. ith കമ്പോണന്റിനെ മാത്രം. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിന്റെ സിമ്പിൾ ഗ്രാഫ് വിത്ത് ith കമ്പോണന്റിലെ കാര്യം എന്ന് പറയുന്നത് ni ഇൻറ്റു ni മൈനസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിന്റെ ith കമ്പോണന്റിൽ ഉണ്ടായിരിക്കുന്ന എഡ്ജസിന്റെ എണ്ണം, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസിന്റെ ith കമ്പോണന്റ് ഓഫ് ജി എന്ന് പറയുന്നത് ni ഇൻറ്റു ni മൈനസ് 1/2 എന്ന് പറഞ്ഞു. ഇതുപോലെ കുറേ കമ്പോണന്റുകൾ ഉണ്ട് ആ ഗ്രാഫിന്, അതായത് k കമ്പോണന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ടോട്ടൽ എഡ്ജസിന്റെ എണ്ണത്തെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? maximum number of edges in the graph G. In the graph G, ആ ജിക്കകത്ത് മൊത്തം വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni ഇൻറ്റു ni മൈനസ് 1. ഓക്കെ, അതൊക്കെ കമ്പോണന്റുകളുണ്ട്. അതുകൊണ്ട് സിഗ്മ നൊട്ടേഷൻ 1 to k വരെ ഉള്ളതിന് കൊടുക്കും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനെ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ 1/2 ഇൻറ്റു ഇവിടെ ni ഇൻറ്റു ni സ്ക്വയർ എന്ന് എഴുതാലോ. ഈ ഹാഫ് ഔട്ട് സൈഡ് പറഞ്ഞോട്ടെ. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni ഇൻറ്റു ni സ്ക്വയർ ദെൻ മൈനസ് ഈ സിഗ്മ നൊട്ടേഷൻ ഇതിനും കൊടുക്കാമല്ലോ. ni ഇൻറ്റു മൈനസ് 1 ni ആണ്. സിഗ്മ നൊട്ടേഷൻ കൊടുത്താൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni ഇങ്ങനെ കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to k niന്റെ വാല്യൂ എന്താണ്? അതായത് ഓരോ കമ്പോണന്റിലും ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ് എന്നത് n ആണ്, സ്മോൾ ലെറ്റർ n ആണ്. n വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ എ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ. ഈ വാല്യൂ വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഔട്ട് സൈഡ് ഉണ്ട്. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയറിന് പകരം n സ്ക്വയർ മൈനസ് k മൈനസ് 1 ഇൻറ്റു 2n മൈനസ് k വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ മൈനസ് n. ഓക്കെ, ബൈ യൂസിങ് a. Using equation number A is less than or equal to 1/2 into n square negative outside under k into 2n, that is 2nk, k into minus k, that is minus k square, minus 1 into 2n minus 2n, minus 1 into minus k plus k. പിന്നെ ഇവിടെ ഒരു മൈനസ് n ഉണ്ട്. That is less than or equal to 1/2 into n square minus negative multiply minus 2nk plus k square plus 2n minus k minus n. That is less than or equal to 1/2 into ഇവിടെ ഈ ടേമുകൾ നോക്കാം. n സ്ക്വയർ അതുപോലെ മൈനസ് 2nk k സ്ക്വയർ, ഈ മൂന്ന് ടേമും കൂടെ എടുത്തേ. n സ്ക്വയർ മൈനസ് 2nk പ്ലസ് k സ്ക്വയർ. ഓക്കെ, അടുത്ത ടൈമിൽ 2n മൈനസ് n ഉണ്ട്. സോ n വരും, പിന്നെ ഒരു മൈനസ് k ഉണ്ട്. സോ n മൈനസ് k എന്ന് ഇവിടെ n മൈനസ് k. ഇവിടെ ഒരു n മൈനസ് k ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു n മൈനസ് k ഉണ്ട്. ഈ രണ്ട് ടേമിനും n മൈനസ് k കോമൺ എടുക്കാം. 1/2 ഇൻറ്റു n മൈനസ് k കോമൺ എടുത്താൽ
ഇവിടെ റിമൈൻ ചെയ്യുന്നത് എൻ മൈനസ് കെ വരും, ഇവിടെ റിമൈൻ ചെയ്യുന്നത് +1 വരും. എങ്ങനെ എഴുതാമല്ലോ ഈ പ്രോഡക്റ്റിന്? ഓക്കെ, എൻ മൈനസ് കെ +1. അതായത് എൻ മൈനസ് കെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ക്വയർ ടൈം ഉണ്ട്. ഈ ടൈം ഒറ്റ ടൈമായിട്ട് കൺസിഡർ ചെയ്യാം. എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈമായിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടിടത്തും എന്തുണ്ട്? എൻ മൈനസ് കെ കോമൺ ഉണ്ട്. സോ രണ്ടിടത്തുനിന്നും എൻ മൈനസ് കെ കോമൺ എടുത്താൽ, ഔട്ട് സൈഡ് എടുത്താൽ, ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഒരു എൻ മൈനസ് കെ വരും. സെക്കൻഡ് ടൈമിൽ ഇത് ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് ഈ ടൈമിനെ ഔട്ട് സൈഡ് ഇട്ടിട്ട്, അപ്പോൾ ഇതിന് എൻ മൈനസ് കെ ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ എഴുതാം. അതാണ് റിമൈൻ ചെയ്തേക്കുന്നത് 1 ഇവിടെ +1. ഓക്കെ, ഈ പ്ലസും ഇവിടെ റിമൈൻ ചെയ്ത് 1 അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു എൻ മൈനസ് കെ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്നത് 1/2 ഇൻറ്റു i equal to 1 to k ni into ni minus 1 is less than or equal to 1/2 into n minus k into n minus k plus 1. ഇതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്ക് പ്രൂഫ് എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റ്മോസ്റ്റ് n minus k into n minus k plus 1/2 അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. സെയിം റിസൾട്ടിലേക്ക് എത്തിയില്ലേ? ഇനി കെയുടെ വാല്യൂ നമുക്ക് 1 കൊടുത്താൽ, ഓക്കെ, ഇപ്പൊ കിട്ടിയിരിക്കുന്നതിൽ റിസൾട്ട് ഒന്നുകൂടെ എഴുതാം. 1/2 ഇൻറ്റു sigma I equal to 1 to k ni into ni minus 1 is equal to is less than or equal to 1/2 into n minus k into n minus k plus 1. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ k equal to 1 ആണെങ്കിൽ, ഓക്കെ, when k equal to 1 അതിൻ്റെ മീനിങ് എന്താ? അതായത് ഒരേ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഗ്രാഫിനുള്ളൂ എങ്കിൽ we get the result as kയുടെ വാല്യൂ 1 കൊടുക്കുക. കെയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രൂഫ് ഇത് കെ കമ്പോണൻസിനുള്ള കാര്യമാണ്. ഒരേ ഒരു കമ്പോണൻറ്റേ ഉള്ളെങ്കിൽ നമുക്ക് കെയുടെ പ്ലേസിൽ 1 കൊടുത്തിട്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. കെയുടെ പ്ലേസിൽ 1 കൊടുത്താൽ 1/2 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 വരും. ഓക്കെ, ഈ റിസൾട്ട് ബി എന്നുള്ള റിസൾട്ടിൽ k equal to 1 കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ.